ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തിരൂരിൽ പൊറ്റത്തപ്പടിയിൽ സാമൂഹിക പ്രവർത്തക ഡോക്ടർ കുമാരി സുകുമാരന്റെ വീട്ടുമുറ്റത്ത് ഒരു ദിവസം മാത്രം പ്രായമുള്ള പൈതലിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പുലർച്ചെ 5 മണിയോടെയാണ് ചോര പൈതലിനെ കണ്ടെത്തിയത്. അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കാനെത്തിയവർ ഗേറ്റ് തുറന്നത് കണ്ട് വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. സാമൂഹിക പ്രവർത്തകയായ ഡോക്ടർ കുമാരി സുകുമാരന്റെ പൊറ്റത്തപ്പടിയിലെ വീട്ടുമുറ്റത്താണ് ഒരു ദിവസം മാത്രം പ്രായമുള്ള പൈതലിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ചോര പൈതലിനെ കണ്ടെത്തിയത്. വീടിന് പുറത്തുനിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കുഞ്ഞിനെ കണ്ടത്. വീടിന് പുറത്ത് റോഡിലേക്ക് അഭിമുഖമായി ഡോക്ടർ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചിരുന്നു. ഇവിടെ ഉപേക്ഷിക്കാനെത്തിയവർ കുട്ടിയെ വീടിന്റെ ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടതോടെ വരാന്തയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. 5:30 മണിക്കാണ് നമുക്ക് കുട്ടീനെ കിട്ടിയത്. അത് അമ്മത്തൊട്ടിൽ നിന്നല്ല കിട്ടിയത്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പോകുമ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് നടക്കായിരുന്നു. അപ്പോൾ അവർ പോകുമ്പോൾ ഗേറ്റ് അടയ്ക്കും വിചാരിച്ചു. അവരടച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളും നോക്കാൻ മറന്നു. ഞങ്ങൾ രാവിലെ ഒരു 5 മണിക്ക് ഇറങ്ങി 5:30 മണിക്ക് വന്നപ്പോൾ കുട്ടി ഇങ്ങനെ കരയുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു മയിലിൻ്റെ കുട്ടിയോട്ടാണെന്ന്. എന്താ വെച്ചാൽ അമ്മത്തൊട്ടിൽ വരാൻ വഴിയില്ല. അമ്മത്തൊട്ടിൽ ഞാൻ ഇന്നലെ രാത്രി തുറക്കാൻ മറന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ കുട്ടീൻ്റെ നിലത്ത് കിടക്കണു. കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം കുട്ടീനെ എടുത്തു. പിന്നെ ആ കുട്ടിക്ക് കുളിപ്പിക്കാനും ഒക്കെ അങ്ങനത്തെ ഇതിൽ പോയി. എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ നിങ്ങൾ മീഡിയനെ അറിയിച്ചത്. പോലീസിനും അറിയിച്ചിട്ടുണ്ട്. കുട്ടിക്ക് പ്രായം ഒരു ദിവസത്തിൻ്റെ മേത്തായിണ്ടാവില്ല. പൊക്കിൾ കൂടിയൊന്നും വീണിട്ടില്ലല്ലോ. ആ പെൺകുട്ടിയാണ്. തിരൂർ പോലീസ് എത്തി കുഞ്ഞിനെ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറുമെന്ന് ഡോക്ടർ കുമാരി സുകുമാരൻ അറിയിച്ചു. പോലീസിനെ റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ ശേഷം ഞങ്ങൾ മീഡിയാസിനെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ ഒരു കുട്ടീനെ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന്. ആ കുട്ടിയുടെ അമ്മയ്ക്ക് തിരിച്ച് വേണമെങ്കിൽ CWC പോയാൽ മലപ്പുറത്ത് പോയാൽ കിട്ടും. 3 മാസം CWC കുട്ടീനെ അവരെ അടുത്ത് വയ്ക്കും. അഥവാ ഏതെങ്കിലും ഒരു അമ്മ തിരിച്ച് പോവുകയാണെങ്കിൽ കൊടുക്കാം. പക്ഷെ അധികം ആരും പോവാറില്ല. എന്നുവെച്ചാൽ അതിന് കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. അതിന് കുറേ ഐഡൻറ്റി കാർഡും അങ്ങനത്തെ ഒക്കെ കുറേ പ്രൊസീജിയറുണ്ട്. അപ്പോൾ ആരും ഇതുവരെയ്ക്കും പോയിട്ടൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ കുട്ടികളെ നന്നായി നല്ല ഫാമിലീസാണ് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. 7 വർഷം മുമ്പാണ് ഡോക്ടർ കുമാരി സുകുമാരൻ വീടിനോട് ചേർന്ന് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത്. ഇതിനോടകം 15ലധികം കുഞ്ഞുങ്ങളെയാണ് അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്.